Hello guys, welcome back to DevOps. This is Muhammad Aslam Shah here. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തെന്നാൽ നമുക്കൊരു ആപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ആ ലൈനുകളെ ചേർത്തിട്ടുള്ള ആ ഒരു സാധനത്തിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, പറഞ്ഞുതരാം വ്യക്തമായിട്ട്. ഇപ്പം നമ്മളൊരു കഥയോ കവിതയോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് അത് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലൊക്കെ യൂസ് ചെയ്യാം. കുറേ അക്ഷരങ്ങൾ ചേർത്തിട്ട് കുറേ വാക്ക് സെൻറ്റൻസ് ചേർത്തിട്ട് നമ്മളൊരു സാധനം ഡെവലപ്പ് ചെയ്തെടുക്കും. അതിന് നമുക്കൊന്ന് ഈ കഥയെന്ന് കവിതയെന്നൊക്കെ പറയുന്ന കണക്ക് നമുക്ക് ഈ മൊബൈൽ ആപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ലെവൽ സോഫ്റ്റ്വെയർ ആപ്പ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പല ഭാഷ കാര്യങ്ങൾ യൂസ് ചെയ്യും. അത് പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഈ പല ഭാഷ എന്ന് പറയുന്നത് മലയാളം, തമിഴ്, ഹിന്ദി എന്നൊക്കെ പറയുന്ന കണക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ പല ടൈപ്പിലുണ്ട്. C++, ജാവ എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മളിവിടെ കഥയും കവിതയും കാര്യങ്ങളൊക്കെ എഴുതാനാണ് ഉപയോഗിക്കുന്നെങ്കിൽ, അവരൊന്ന് കാര്യങ്ങൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവർ യൂസ് ചെയ്യുന്നത് കുറേ ആപ്പ് കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ. ഉദാഹരണം പറയാൻ നമ്മുടെ വാട്സപ്പ് എന്താണ്, അതൊരു ആപ്ലിക്കേഷനാണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് ലൈൻസ് ഓഫ് കോഡ് എഴുതിയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമ്മുടെ റിയൽ ലൈഫിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ മലയാളം അറിയാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പുറത്തുള്ള ഒരാൾ, ഉദാഹരണത്തിന് പുള്ളി ഒന്നെങ്കിൽ ഒരു ഇന്തോനേഷ്യക്കാരനോ അല്ലെങ്കിൽ ഒരു സൗദിയോ ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം, വാട്ട് എവർ. ഓക്കെ, അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ മലയാളം ലാംഗ്വേജ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യും. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, ഓക്കെ, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എടാ നിനക്ക് സുഖമായോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, ഹൗ ആർ യു എന്ന് ഇംഗ്ലീഷിൽ അത് എഴുതി തരും, അല്ലെ അറബിലാണ് വേണമെങ്കിൽ അറബിയിൽ എഴുതി തരും. അന്നേരം നമ്മൾ എന്ത് ചെയ്ത് പുള്ളിക്ക് അത് അയച്ചു കൊടുക്കും. അപ്പോൾ പുള്ളിക്കത് മനസ്സിലായില്ലേ എന്ന് പറയുന്ന കണക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജുകളായ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജുകളോ വലിയ വലിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളോ ഒന്നും ഇതിന് മനസ്സിലാകത്തില്ല. ഇതിനാകപ്പാട് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0101 എന്ന് പറയുന്ന ബൈനറി കോഡുകളാണ് ഇതിന് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മൾ ചില ഫ്രിക്ഷണൽ മൂവീസിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഹാക്കർ എന്ന് കുറച്ച് കോഡ് കാര്യങ്ങൾ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പുറകെ കുറേ സ്ക്രീനകത്ത് കുറേ ബൈനറി കാര്യങ്ങൾ 0101 എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. ബൈനറിന്ന് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഇതേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ചിലർക്ക് കത്തിയിട്ടുണ്ടാവും എന്താണ് ബൈനറി കാര്യം. ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ +2 കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഡിപ്ലോമ ബിടെക് ഒക്കെ എടുത്തവർക്ക് മനസ്സിലാവും. നിങ്ങളതൊന്നും അറിയത്തില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോണിക്സുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനകത്ത് ബൈനറി ലാംഗ്വേജ്, മിഷ്യൻ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മിഷ്യൻ കോഡ് എന്നൊക്കെ പറയും. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ C എന്ന് പറയുന്ന പ്രോഗ്രാം, പൈത്തൺ, ജാവ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനമുണ്ട്, നമ്മളിവിടെ ട്രാൻസ്ലേറ്ററിനെ യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ റിയൽ ലൈഫിൽ, അത് കണക്ക് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കമ്പൈലർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ഇന്നൊരാളുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ കമ്പൈലർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, നമ്മൾ എഴുതുന്ന ഈ പ്രോഗ്രാമുകളെ എടുത്തിട്ട് അതിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ആക്കി മാറ്റും. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒരു ട്രാൻസ്ലേറ്റർ വെച്ച് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്, ട്രാൻസ്ലേഷൻ. അതേ കണക്ക് ഇത് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്പൈലേഷൻ എന്ന പ്രോസസ്സിലൂടെ അതിന് കമ്പ്യൂട്ടറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും അത് കമ്പ്യൂട്ടറിന് ടൈപ്പ് ചെയ്തോ അല്ലാതെ കാര്യങ്ങൾ കൊടുക്കുക, അതിനകത്ത് തിരിച്ച് റിസൾട്ട് കിട്ടും. ഉദാഹരണത്തിന് ക്രോമിനകത്തൊരു യൂട്യൂബിൻ ചാനൽ എടുത്തിട്ട് അതിൻ്റെ പേരടിച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്തൊരു ആപ്പ് സെർച്ച് ചെയ്തെടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന് ഇൻപുട്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് തിരിച്ച് സ്ക്രീനിൽ കാണിക്കുന്ന സാധനമാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് മനസ്സിലാവണം. അങ്ങനെ ഇടയ്ക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ് കമ്പൈലർ. ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വേറെ കീവേഡ്സുകളോ ഇതിന് ടെക്നിക്കലായിട്ടുള്ള ടേംസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ നടക്കുന്ന പ്രോസസ്സാണ് ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി പ്രോഗ്രാം എങ്ങനെ ഉണ്ട്, ഒത്തിരി ടൈപ്സ് ഓഫ് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ സ്വഭാവത്തെയും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു വെബ്സൈറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനെങ്കിൽ നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് കണക്കുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. തിരിച്ച് നമ്മളൊരു
സിസ്റ്റം ലെവൽ ഒരു സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ C++ കണക്കുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് AI റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് പൈത്തൺ എന്നുള്ള പ്രോഗ്രാം യൂസ് ചെയ്യാം. പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബാങ്കിങ് കാര്യങ്ങൾ, കുറച്ച് സെക്യൂരിറ്റിക്ക് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ജാവ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാം കൂടെ കേട്ട് കൺഫ്യൂഷൻ ആക്കേണ്ട. നമുക്ക് ഈ പഠിച്ചു വന്ന കണക്ക് തന്നെ നമ്മൾ ആദ്യം മലയാളം പഠിച്ച്, പിന്നീട് ഇംഗ്ലീഷ് പഠിച്ച്, പിന്നെ പല പല ഭാഷകൾ പഠിക്കുന്ന കണക്ക് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ലാംഗ്വേജുകൾ പഠിക്കാം. എന്തായാലും നമുക്കൊരു മദർ ടങ് ലാംഗ്വേജ് ഉണ്ടല്ലോ, മലയാളം. അത് വെച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുന്നത്. അതേ കണക്ക് നമുക്ക് എല്ലാ ലാംഗ്വേജുകളുടെ മദർ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ അഥവാ വിളിക്കപ്പെടുന്ന C എന്ന് പറയുന്ന പ്രോഗ്രാമിൽ തൊട്ട് കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഒരു കുറച്ച് പ്രോജക്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വേറെ ഓരോ കാര്യങ്ങളോട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റാക്ക് എടുക്കാം. സ്റ്റാക്ക് മീൻസ് ആ ഒരു സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുശേഷം ആ രീതിയിൽ പോകാം. ഇപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒത്തിരി പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കുക. ഓക്കെ, ഇപ്പം ചില ആൾക്കാർക്കുള്ള സംശയമാണ്, ഞാൻ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, അപ്പം എനിക്ക് കമ്പ്യൂട്ടർ വേണ്ടേ? തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നമുക്ക് മൊബൈലിനകത്ത് കൊച്ചു കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതിനകത്ത് സെർച്ച് ചെയ്താൽ, പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്താൽ, അല്ല യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും. ഇപ്പോൾ C പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടതിന് പറ്റിയ ആപ്പ് ഏതാണെന്നൊക്കെ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഓൺലൈൻ കമ്പൈലേഴ്സ് ഒക്കെ ഉണ്ട്. ഓൺലൈൻ C കമ്പൈലർ എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ലൈവായിട്ട് കോഡൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി കോഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതിന് മുമ്പേ പറയുകയാണ്. പിന്നെ അത് കണക്ക് നിങ്ങൾക്ക് ലാപ്ടോപ്പ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഡെൽ എടുക്കണോ, LG എടുക്കണോ, മാക് എടുക്കണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സംശയം കാണും. നമ്മൾ ഒത്തിരി കൂടുതൽ ആപ്പിനകത്തൊന്നും അല്ല കഥ ഇരിക്കുന്നത്, നമ്മുടെ സ്കില്ലിനകത്താണ് കഥ. എന്നാൽ ഇതിന് വർക്ക് ആവുന്ന ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 8 GB റാം ഉള്ള ഒരു i5 തൊട്ട് മുകളിലോട്ടുള്ള ഏത് പ്രോസസ്സർ വരുന്ന ഒരു ലാപ്ടോപ്പ് എടുത്താലും നല്ലതാണ്. അപ്പം നമുക്ക് ലാപ്ടോപ്പ് എടുക്കാൻ ചെയ്യുമ്പോൾ ഷോപ്പിൽ ചോദിച്ചാൽ മതി. നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ മിനിമം ഒരു 8 GB റാം, പിന്നെ അത് കണക്ക് തന്നെ മിനിമം ഒരു i5 ഒരു 12th ജനറേഷൻ ഉള്ളത് എടുത്തോ, കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റോറേജ് എന്ന് വെച്ചാൽ SSD വേണമെങ്കിൽ അത് എടുക്കാം, നമ്മുടെ ഫണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറഞ്ഞിടുന്ന SSD ആണ് ഈ വന്ന കാലത്ത് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു 512 GB ടു അബോ നമ്മുടെ ഫണ്ടിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ കൂടി ലാപ്പ് ഏതെടുക്കാം. മിനിമം റിക്വയർമെൻറ്റ്സ് ഒരു i5 12th ജനറേഷൻ, ഒരു 8 GB റാം, ഒരു 512 GB മെമ്മറി, ഇത്രയും മതി. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് എടുക്കാം. നമുക്ക് പഠിക്കുന്നതിനും പ്രോജക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ലാപ്പിൻ്റെ നീഡേ ഉള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലാപ്പ് എടുക്കാൻ ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് എടുക്കുക. എന്നാൽ ആരെങ്കിലും കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിക്കുന്ന ആവശ്യത്തിന് മേടിക്കുക. നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ പറ്റുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ആരും വിഷമിച്ചിരിക്കേണ്ട. ഒന്നും അറിയാത്ത ഒരാൾക്ക്, ഒരു 10ാം ക്ലാസ് മാത്രം ആ ലെവലിലുള്ള ഒരാൾക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ പ്രോഗ്രാം, എങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെയാണ് എഴുതേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ട് നമ്മുടെ കൂടെ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു 6-7 വീഡിയോസ് ഇട്ട് ഒരു ബേസിക് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി ആൾക്കാർ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ലൈക്ക് തരുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒത്തിരി കുറേ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും തുടർന്നും അങ്ങോട്ട് ഇതൊക്കെ നല്ല ഓർത്തേക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, IT ഫീൽഡിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും, കാണുന്ന വീഡിയോയ്ക്കകത്ത് എന്ത് അഭിപ്രായം, അത് പോസിറ്റീവോ നെഗറ്റീവോ എന്താണെങ്കിലും ശരി, നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും. ഇനി നമ്മൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അതും ശരി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഇതിനകത്ത് നമ്മളെ അറിയിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ 24/7 നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളടുത്ത് അത്യാവശ്യമായിട്ട് പറയണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സിസ്റ്റം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ലാപ്ടോപ്പ് നിങ്ങൾ സെറ്റാക്കി വെക്കുക. നമ്മുടെ വരുന്ന ട്യൂട്ടോറിയൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, റിയൽ വേൾഡ് പ്രോജക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ നിന്നുള്ള ക്വാളിറ്റി കണ്ടൻറ്റ് നമ്മൾ തരുന്നതായിരിക്കും. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് C മാത്രമല്ല, ഇതിന് പുറമെ C++, C#, ജാവ, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ എല്ലാ ലാംഗ്വേജുകളിലും എല്ലാത്തിലും നമ്മൾ റിയൽ വേൾഡ് പ്രോജക്റ്റോടുകൂടി, അതായത് ബേസിക് ഫ്രം ദ സ്ക്രാച്ച് മുതൽ റിയൽ വേൾഡ് പ്രോജക്റ്റോടുകൂടി തന്നെ നമ്മൾ ഒത്തിരി വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന
ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലീസിലുള്ള ആരെങ്കിലും ആണെങ്കിലും ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജോബ് സീക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇനി മറ്റുള്ള ഫീൽഡുകളിൽ നിന്ന് IT-ലോട്ട് വരാൻ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ കാണും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.